ഈ ഷിയാക്കളെ പോലെ അലി റളിയല്ലാഹു കുറെ പുകഴ്ത്തി പറയാം. അലി ഇബ്നു അബി താലിബ് തന്നെ വേറൊരു സ്ഥലത്ത് ഇകഴ്ത്തിയും പറയാം, മറ്റൊരു സ്ഥലത്ത് മറ്റുള്ളവരൊക്കെ ഇകഴ്ത്തി പറയാം. ഇങ്ങനത്തെ ഒരു ടീമുണ്ട്, അതാണ് വ്യാജ ത്വരീഖത്തുകാർ. മടവൂരിനെ അങ്ങോട്ട് പൊക്കിയിട്ട് സുബ്ഹാനല്ലാഹ് ലോകത്താകെ നിയന്ത്രിക്കുന്നത് മടവൂരാണ്. അപ്പൊ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒക്കെ മടവൂർ ഇങ്ങനെ നിയന്ത്രിക്കുക. മടവൂര് ജനിക്കുന്നതിന് മുമ്പ് എന്നില്ല അതൊക്കെ. അപ്പോ ഈ മുജാഹിദിന് ചോദിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. ഇത് മുജാഹിദിനെ ഉണ്ടാക്കുകയാണ് ഈ കക്ഷികളെ. മുജാഹിദിന് ചോദ്യം ചോദിക്കാലോ, ആകാശവും ഭൂമിയൊക്കെ ഉണ്ടാക്കിയത് മടവൂരാ, ആ മടവൂര് ഇതൊക്കെ നിയന്ത്രിക്കുകയാണെങ്കിൽ അപ്പൊ ലോകോട്ടാകെ നിയന്ത്രിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കാനുള്ള അവസരം കൊടുക്കുക. സുന്നത്ത് ജമാഅത്തിന് ഉത്തരവാദിയല്ല. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ പഠിപ്പിക്കുന്ന തഫ്സാനിയുടെ സറഹുൽ മഖാസിദിലും ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിലുമൊക്കെ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നവൻ അല്ലാഹു ആണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പല നിയന്ത്രണങ്ങളും പലർക്കും പല വിധത്തിലും കൊടുക്കുന്നു. അതെങ്ങനെ? അതെ, ഞാനിപ്പോ ട്രെയിനിന് പോകാൻ പോവാണ്, ആ ട്രെയിന് നിയന്ത്രിക്കുക ട്രെയിനിന്റെ ഡ്രൈവറാണ് എന്ന് പറയും. അതിന്റെ അർത്ഥം അള്ളാഹ് നിയന്ത്രിക്കുന്നില്ല എന്നല്ല. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് വിധേയമായി ഡ്രൈവർ നിയന്ത്രിക്കുന്നു, പ്ലെയിൻ പൈലറ്റ് നിയന്ത്രിക്കുന്നു, ഈ സ്റ്റേജ് അധ്യക്ഷൻ നിയന്ത്രിക്കുന്നു, സംഘടനയുടെ പ്രസിഡന്റ് നിയന്ത്രിക്കുന്നു, സെക്രട്ടറി നിയന്ത്രിക്കുന്നു ഒക്കെ പറയും. അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് അപ്പുറം ആണ് എന്നല്ല. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് കീഴിൽ ചില നിയന്ത്രണങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ ചില മഹാന്മാർക്കും അല്ലാഹു തആല ചില നിയന്ത്രണങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിന് തസറുഫ് എന്നും നിയന്ത്രണം എന്നൊക്കെ ചിലപ്പോൾ ചില കിതാബുകളിൽ കാണും. അങ്ങനെയുള്ള ചില നിയന്ത്രണങ്ങൾ അതാ സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വെള്ളത്തിന് ആവശ്യപ്പെട്ടപ്പോൾ വെള്ളം കിട്ടുമെന്ന് നബി തങ്ങൾ പറഞ്ഞില്ലേ? അതവിടുത്തെ കൈകാര്യമല്ലേ? ഇതുപോലെ സഹാബത്ത് വെള്ളത്തിന് ആവശ്യപ്പെട്ടപ്പോ ബുഖാരിയിലെ ഹദീസല്ലേ, ഒരു പാത്രത്തിൽ കൈവിരൽ വെച്ചുകൊണ്ട് നബി തങ്ങൾ വെള്ളം കൊടുത്തു, അവരുടെ ദാഹം നിയന്ത്രിച്ചു. അങ്ങനെയൊക്കെ ചില നിയന്ത്രണങ്ങൾ മഹാന്മാർക്കുണ്ട്. എന്നല്ലാതെ ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്നവൻ എന്നവരെ കുറിച്ച് പറയാൻ പറ്റൂല. അത്തരത്തിലുള്ള ചില വാചകങ്ങൾ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചും പ്രസംഗിച്ചും ജനങ്ങളെ കൺഫ്യൂഷനാക്കി മുജാഹിദിന് ആശയം ഇട്ടുകൊടുക്കുന്ന ചിലരുണ്ട്. അവരുടെ ആശയം സുന്നത്ത് ജമാഅത്തിന്റെ ആശയമല്ല. ഇനി ഏതെങ്കിലും ഒരു നിഷ്കളങ്കനായ മനുഷ്യൻ അങ്ങനെ പറഞ്ഞു പോയെങ്കിൽ അദ്ദേഹത്തിന് ആ ഉദ്ദേശവുമില്ല. അതെങ്ങനെയെന്നറിയോ? നമ്മൾ ചിലപ്പോ പറയും ലോകൊട്ടാകെ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ് എന്ന് പറയും. അങ്ങനെ അറിയില്ലേ? ലോകൊട്ടാകെ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ് ഇല്ലേ? പറയലുണ്ട്. ചവിടി നമ്മൾ ഉദ്ദേശം എന്താണ്? ലോകൊട്ടാകെ അമേരിക്ക നിയന്ത്രിക്കുന്നു. അങ്ങനല്ല. അത് നമുക്ക് തന്നെ അറിയാം. അമേരിക്ക തന്നെ കൊറോണ ഉണ്ടായിട്ട് നിയന്ത്രിക്കാൻ കഴിഞ്ഞു. അമേരിക്ക